അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ലോങ് വീഡിയോ ആയിട്ടാണ്. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ബോർഡർ ഡിസൈൻസ് ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറച്ച് ബോർഡർ ഡിസൈൻസ് കാണണം. അതിൽ ഫസ്റ്റ് വണ്ണാണിത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാനൊരു കൈയിട്ട് ഫോണിൽ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ചെരിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. സെക്കൻഡ് വൺ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. റഫായിട്ട് ലൈൻ വരച്ചാൽ മതി, സ്ട്രെയിറ്റ് ആവണമെന്നില്ല, അങ്ങനെ റഫായിട്ട് വരച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അതിന് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഒരു സർക്കിൾ പോലെ വരച്ചെടുക്കുക. കണ്ടോ, ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ബോർഡർ ഡിസൈൻസാണ്. നമ്മൾ ചിലവർ ക്ലാസ്സിൽ പോയി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാനും ചെയ്തിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ക്ലാസ്സിൽ പോയി ചെയ്തിരുന്നു. പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മ വരിക അസൈൻമെൻറ്റ്സ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പെട്ടെന്നൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഡിസൈൻസാണ് ഇതൊക്കെ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ അതേപോലെ ചില ടീച്ചേഴ്സിന് നമുക്ക് ഫ്രണ്ട് പേജ് നമ്മൾ ടീച്ചേഴ്സിന് അട്രാക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആർഭാടായിട്ട് ചെയ്യും. പക്ഷെ അത് വെറുതെ സമയം കളയാമെന്നാണ്. ഭയങ്കര സിമ്പിളായിട്ടൊരു സിമ്പിൾ ലുക്കാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് ചില ടീച്ചേഴ്സിന് അത് ഇഷ്ടപ്പെടും. ചിലവർ പറയും എന്തിനാ അത്ര ടൈം എടുത്തത്, അതിന് ചെയ്യുന്ന സിമ്പിളായിട്ട് വരച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ഇത് മൂന്നാമത്തെ വണ്ണാണ്. ഒരു ഫ്ലവർ വരയ്ക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ കാണിക്കണ നാലും ഭയങ്കര സിമ്പിളായിട്ട് ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതേപോലെ ഗിയോയുടെ കാര്യം ആരും മറക്കണ്ട, പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അവരോടാണ് പറയുന്നത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. നമുക്ക് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആർക്കും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം. ഓക്കെ, പിന്നെ കുറേ പേര് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കമൻറ്റ്സ് ഇടുന്നുണ്ട്, അതുപോലെ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ താങ്ക് യു. അപ്പോൾ ഇതാ മൂന്നാമത്തെ ബോർഡർ കഴിഞ്ഞു. ഇനി ഇത് നാലാമത്തെ ബോർഡർ ചെയ്യാണ്. ഓക്കെ, നാലാമത്തെ പറഞ്ഞാൽ നമ്മളൊരു ഫ്ലവർ, ഒരു സ്റ്റെം എന്ന രീതിയിലുള്ള ഫ്ലവർ വരച്ച് കൊടുക്കുക എന്നാണ്. ഭയങ്കര സിമ്പിൾ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തപ്പം ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇതാർക്കാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യണത്. കാരണം ഭയങ്കര സിമ്പിളാണ്, വരയ്ക്കാനും ഭയങ്കര സിമ്പിളാണ്. കാരണം ചില നേരത്തെ നമ്മൾ ബോർഡേഴ്സ് എന്താ ചെയ്യുന്ന ആലോചിച്ചിട്ട് കുറേ നേരം ഇരിക്കലില്ലേ. അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ്. ഞാനൊരു കൈയിട്ട് ഫോണും പിടിച്ചിട്ടുണ്ട്, ഒരു കൈയിട്ട് ഇത് വരയ്ക്കണം. അതാണ് ഇങ്ങനെ ഒരു ഷെയ്ക്കാവണം കേട്ടോ. രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ ഷെയ്ക്കാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും അറിയണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണേ, അത്രയും കഷ്ടപ്പെട്ട് എടുക്കണേ. അതാണ് കണ്ടിട്ട് ബ്ലർ ആവണേ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ ഇതാ നാലാമത്തെ ബോർഡറാണ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ബോർഡേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു യൂസ്ഫുൾ ആവട്ടെ വീഡിയോ. ഓക്കെ, ഇനി പുതിയ ബോർഡേഴ്സായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി. ഓക്കെ, അതുപോലെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഭയങ്കര സിമ്പിളാണ്, വരയ്ക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഓക്കെ, അപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയണ പോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.